ലേക്കും ഇന്ന് നമുക്ക് നല്ല പൂ പോലത്തെ പാലപ്പം ഉണ്ടാക്കിയെടുത്താലോ. പാലപ്പം, വെള്ളയപ്പം, അങ്ങനെ പല പല പേരുകളുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്നേ കുതിർത്ത് വെച്ച പച്ചരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഒരു പിടി തേങ്ങയും ഒരു പിടി നമ്മുടെ വേവിച്ച ചോറും കൂടി ഇട്ടിട്ട് ബാക്കി പഞ്ചസാര നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാവേ. ഞാൻ 3 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം 2 ടീസ്പൂണോളം ഈസ്റ്റും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് അതൊരു മുക്കാലോ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മറ്റേ നമ്മുടെ ക്വാണ്ടിറ്റി സാധനത്തിൻ്റെ എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് മാവൊക്കെ നല്ലപോലെ പൊങ്ങി നല്ല സോഫ്റ്റായി കിട്ടും. കുഞ്ഞിലെ എൻ്റെ ഉമ്മ ഈ പാലപ്പത്തിനകത്ത് നല്ലപോലെ മധുരം ഇട്ട് തരും. അന്നേരം നമുക്ക് വേറെ കറി വേണ്ട. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല മധുരമൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത്ര അധികം വേണ്ടല്ലോ. അങ്ങനെ ഞാനിതിപ്പം ഏകദേശം ഒരു 3 മണിക്കൂർ ഞാൻ വൈകിട്ട് അരച്ച് വെച്ചതാണ്. പിന്നെ സന്ധ്യ കഴിഞ്ഞിട്ടാണ് ഇതിപ്പം ചുടുന്നത്. അതിനകത്ത് പിന്നെ ഒരു ഇത്തിരി നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മാവ് സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് നേരെ അപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പച്ചട്ടി നല്ലപോലെ ഒന്ന് ചൂടായിട്ട് തീ ഒന്ന് ലോയിൽ വെച്ചിട്ട് വേണേൽ ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുമ്പം കരിഞ്ഞു പോവും. അങ്ങനെ തന്നെ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ആ ബബിൾസൊക്കെ വരുന്നത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. അത് കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും. എന്നിട്ട് ആ ബബിൾസൊക്കെ ഒന്ന് നല്ലപോലെ വന്നിട്ട് മാത്രമേ അത് അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒഴിച്ചിട്ട് ഉടനെ നമ്മൾ അടച്ചു വെക്കരുത്. ഞാൻ ഇതുപോലെ ജസ്റ്റ് എല്ലാം ഒന്ന് ബബിൾസൊക്കെ ഒന്ന് തെളിഞ്ഞ് ജസ്റ്റ് ഒന്ന് വെന്ത പോലെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അടച്ചു വെക്കുക. നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ എടുക്കുമ്പോൾ തന്നെ കാണാൻ സൈഡിൽ നിന്ന് മുറിഞ്ഞു പോകുന്ന പോലെ. അതാണ് നല്ല സോഫ്റ്റാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിഞ്ഞു പോകുന്ന പോലെ തോന്നില്ലേ, അത് തന്നെ. അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണേ.